നമസ്കാരം, ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF 102 സീറ്റുകളോടെ ഭരണം പിടിച്ചടക്കിയിരിക്കുന്നു. ഒരു ദശകത്തിന് ശേഷമുള്ള ഈ ഭരണമാറ്റം കേരളത്തിൻ്റെ ഭാവി രൂപപ്പെടുത്തുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, കടബാധ്യത, ആരോഗ്യം, വിദ്യാഭ്യാസം, നിക്ഷേപം, ക്ഷേമ പദ്ധതികൾ എന്നിവയിൽ പുതിയ സർക്കാരിന് എന്തൊക്കെ പ്രതീക്ഷകളാണ്? അടുത്ത 5 വർഷം കേരളം എങ്ങനെ ആയിരിക്കണം? സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴരുന്ന ഖജനാവും, തൊഴിൽ തേടി വിദേശത്തേക്ക് പറക്കുന്ന യുവത്വവും, പരിസ്ഥിതി വെല്ലുവിളികളും പുതിയ സർക്കാരിന് മുന്നിലെ വലിയ ചോദ്യചിഹ്നങ്ങളാണ്. വികസനത്തിൻ്റെ കേരള മോഡൽ പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ടോ? പുതിയ ഭരണത്തിനു കീഴിൽ കേരളത്തിൻ്റെ മുൻഗണനകൾ എന്തായിരിക്കണം? ബിസിനസ് ഡയലോഗ് പരിശോധിക്കുന്നു. ഈ ചർച്ചയിൽ എന്നോടൊപ്പം സാമ്പത്തിക വിദഗ്ധയായ ഡോക്ടർ മേരി ജോർജ്, CPM-ൽ നിന്ന് KT കുഞ്ഞിക്കണ്ണൻ, കോൺഗ്രസിൽ നിന്ന് രാജു P. നായർ, പബ്ലിക് പോളിസി വിദഗ്ധയായ കാർത്തിക മരിയ എന്നിവർ. ആദ്യം ഡോക്ടർ മേരി ജോർജ്, കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സാമ്പത്തിക പ്രതിസന്ധിയാണ്. കിഫ്ബി പോലുള്ള സംവിധാനങ്ങളും കടമെടുപ്പ് പരിധിയും പുതിയ സർക്കാരിന് എങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും? വരും വർഷങ്ങളിൽ ക്ഷേമ പെൻഷനും ശമ്പളവും കൃത്യമായി നൽകാൻ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പ്രായോഗിക വഴികൾ എന്തൊക്കെയാണ്? പ്രതിസന്ധി അങ്ങേയറ്റം അപകടകരമായ സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ നമുക്കറിയാം. 2 ദിവസം മുൻപാണ് ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായിട്ട് തമിഴ്നാട്ടില് സ്ഥാനാരോഹണം ചെയ്തത്. അദ്ദേഹത്തിന്റെ ആദ്യ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: തമിഴ്നാടിന്റെ ഖജനാവ് മുച്ചൂടും മുടിച്ചാണ് ഇതിനു മുൻപുണ്ടായിരുന്ന ഗവൺമെന്റ് ഇറങ്ങിയത് എന്ന് പറഞ്ഞിട്ട് 10 ലക്ഷം കോടിയാണ് അവിടെ കമ്മി, അതായത് അവരുടെ കടം എന്ന് പറഞ്ഞു. അപ്പൊ 10 ലക്ഷം കോടിയാണ് കടം എന്ന് പറയുമ്പോൾ ഇവിടെ CAG പറഞ്ഞിരിക്കുന്നത് 6 ലക്ഷം കോടി കടം എന്നാണ്. അത് അത്ര ഭയങ്കരമാണോ എന്നറിയാൻ വേണ്ടി ഞാൻ GSDP കടം റേഷ്യോ, ഡെറ്റ് റേഷ്യോ, GSDP അതായത് നമ്മുടെ ആഭ്യന്തര മൊത്ത വരുമാനവും കടവും തമ്മിലുള്ള റേഷ്യോ, ആ റേഷ്യോ നോക്കുമ്പോൾ നമുക്കറിയാം ആ അപകടത്തിന്റെ തോത് എത്ര കൂടുതലാണെന്ന്. അപ്പൊ ഞാനത് തമിഴ്നാടിന്റെ GSDP എത്രയെന്ന് നോക്കി, അതുപോലെ തന്നെ കേരളത്തിന്റെ GSDP എത്ര എന്നും നോക്കി. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് തമിഴ്നാടിന്റെ GSDP 35 ഒരു നിമിഷം 36.28 കോടിയാണ്. അപ്പോൾ 10 ലക്ഷം കടം എന്ന് പറയുമ്പോൾ കടം GSDP റേഷ്യോ 28.3% നിൽക്കുകയാണ്. CAG തന്നിരിക്കുന്ന കണക്കനുസരിച്ച് നമ്മുടെ കടം 6 ലക്ഷം കോടിയാണ്. നമ്മുടെ GSDP എത്ര എന്ന് നോക്കി. നമ്മുടെ GSDP 2025-26 GSDP 14,27,147 കോടിയാണ്. അപ്പൊ അതും നമ്മുടെ ഈ 6 ലക്ഷം കോടി കടവും തമ്മിലുള്ള റേറ്റ് എത്രയാണെന്ന് നോക്കി, പെർസെന്റേജ് നോക്കിയപ്പോൾ നമ്മുടേത് 42.1% കടം. 42.1% കടം. അപ്പോൾ വിജയ് പറഞ്ഞത് തമിഴ്നാടിന്റെ ഖജനാവ് മുച്ചൂടും മുടിച്ചാണ് അവരുടെ പഴയ ഗവൺമെന്റ് ഇറങ്ങിയത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇറങ്ങിപ്പോയ ഗവൺമെന്റിനെ പറ്റി നമ്മൾ എന്താണ് പറയേണ്ടത്? ഇവിടെ കടം GSDP റേഷ്യോ 42.1
1% എത്തി നിൽക്കുകയാണ്. അപ്പോൾ മിസ്റ്റർ ജെയിംസ് പറഞ്ഞതുപോലെ തന്നെ ആ ഫിസ്ക്കൽ ക്രൈസിസ് അഥവാ ധനപ്രതിസന്ധി അതിന്റെ മൂർധന്യത്തിൽ എത്തിയിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈ ധനപ്രതിസന്ധിയിൽ നിന്ന് കേരളത്തിന് പിന്മാറാൻ കഴിയുക? അതായത് ഇവിടെ ധനപ്രതിസന്ധി എന്ന് പറയുമ്പോൾ FRBM ആക്ട് അനുസരിച്ച് ഗവൺമെന്റിന് ബോറോ ചെയ്യാവുന്നത് നമ്മുടെ GSDPയുടെ 3%. അതായത് GSDPയുടെ ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ 3% ഒരു വർഷം കടമെടുക്കാവുന്നത്. ആ കടമാണ് ഇപ്പോ 42.1% നിൽക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ അതായത് GSDP കടം റേഷ്യോ 42.1% നിൽക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ അത് വലിയ അപകടകരമായ അവസ്ഥയിലാണ്. കിഫ്ബി എന്ന് പറയുന്ന സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ വഴിയുള്ള കടം, അതുപോലെ തന്നെ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയുള്ള കടം, ഇത് രണ്ടും കൂടി സംസ്ഥാന ഗവൺമെന്റിന്റെ ബജറ്റിനകത്തെടുക്കാവുന്ന കടമാക്കി തന്നെ കേന്ദ്ര ഗവൺമെന്റും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും CAGയും ഒക്കെ മാറ്റി. അങ്ങനെ മാറ്റുമ്പോഴാണ് ഈ 6 ലക്ഷം കോടി കടം വരുന്നത്. ആ 6 ലക്ഷം കോടി കടം എന്ന് പറയുന്നത് വളരെ വളരെ വലിയ കടം തന്നെയാണ്, ബാധ്യതയാണ്. അതിൽ നിന്ന് എങ്ങനെ കരകയറും എന്ന് നോക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത്, നമുക്ക് ഫിനാൻസ് കമ്മീഷൻ വഴി കിട്ടേണ്ടത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പല തരത്തിലുള്ള ഡെവല്യൂഷൻ, ഫിനാൻസ് കമ്മീഷൻ ഡെവല്യൂഷൻ വഴി, അതുപോലെ തന്നെ സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് വഴി, അങ്ങനെ നെല്ല് സംഭരണം പോലെയുള്ള ഓരോ കാരണങ്ങൾക്ക് വേണ്ടി കിട്ടേണ്ട ഗ്രാന്റ്, അങ്ങനെയൊക്കെയുള്ളതെല്ലാം നോക്കുമ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുക ഇതിനെ എങ്ങനെ മറികടക്കുക. അതായത് ഇതിന്റെയൊക്കെ മാനേജ്മെന്റ് വളരെ കൃത്യതയോടെയും കാര്യക്ഷമതയോടെയും നടത്തുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കരകയറാം. പക്ഷേ ഈ കിഫ്ബി എന്ന വെള്ളാനയെ കെട്ടഴിച്ചു വിടണം, അതിനെ വേണ്ട എന്ന് വെച്ച് കളയണം. അതുപോലെ തന്നെ കളയേണ്ട ഒരുപാട് ആവശ്യമില്ലാത്ത, അതായത് സർക്കാരിന്റെ താല്പര്യം അനുസരിച്ച് സർക്കാരിന് വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റാൻ വേണ്ടി സൃഷ്ടിച്ച ഒരുപാട് വെള്ളാനകളുണ്ട്. വെള്ളാനകളെ മുഴുവനും പിരിച്ചുവിടണം. ശരി, ഇത് വ്യക്തമാണ്. ഞാൻ അടുത്ത ഘട്ടത്തിൽ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ രാജു പി നായർ, കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന അവസാന മണിക്കൂറുകളിലാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. കേരളത്തിൻ്റെ അടുത്ത സർക്കാരിന് മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്തെല്ലാമാണ്? അല്ല, സർക്കാരിന് മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട ശ്രീമതി മേരി ജോർജ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളുടെ ഒഴിഞ്ഞ ഖജനാവാണ്. ഒഴിഞ്ഞ ഖജനാവും നമ്മളുടെ തകർന്നടിഞ്ഞ ഒരു സമ്പദ് വ്യവസ്ഥയുമാണ്. സ്വാഭാവികമായിട്ടും അത് വെല്ലുവിളിയാണെങ്കിൽ തന്നെ ആ വെല്ലുവിളിയുടെ പേരിൽ ഒരു വിക്ടിം ഹുഡോടുകൂടി ഈ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. സർക്കാരിനെ സംബന്ധിച്ചോളം ഈ പുതിയ വരുന്ന UDFന്റെ സർക്കാരിനെ സംബന്ധിച്ചോളം ജനങ്ങളുടെ മുന്നിൽ ഒട്ടേറെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് സമഗ്രമായ കേരളത്തിന്റെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ മുന്നോട്ട് വെച്ച് അതിന് അംഗീകാരം നേടിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ കേട്ടിരുന്നത് മുഴുവൻ എല്ലാ ധൂർത്തുകളും നടത്തി സമ്പദ് വ്യവസ്ഥ കെടുകാര്യസ്ഥത കൊണ്ട് തകർക്കുമ്പോഴും ഒരു കേന്ദ്രത്തിന്റെ ഒരു നിലപാടിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു വിക്ടിം ഹുഡിലൂടെ കടന്നുപോയ ഒരു ഗവൺമെന്റാണ്. ഒന്നും ചെയ്യാനില്ല, എന്ത് ചോദിച്ചാലും വിക്ടിം ഹുഡാണ്. കേന്ദ്ര സർക്കാർ പിടിമുറുക്കുന്നു. ഇപ്പോൾ പട്ടികജാതി വിഭാഗക്കാരുടെ പണം വെട്ടിക്കളയുന്നതിനെ കുറിച്ച് ചോദിച്ചാൽ ഇത് തന്നെയാണ് മറുപടി. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ പണം വെട്ടിക്കളയുന്നതിനെ കുറിച്ച് ചോദിച്ചാൽ ഇത് തന്നെയാണ് മറുപടി. പക്ഷെ നമുക്ക് ഒരു ഹോസ്റ്റൈൽ ഗവൺമെന്റ് ആണ് കേന്ദ്രത്തിലുള്ളതെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് കേരളം മാത്രമല്ല, കർണാടകയാണെങ്കിലും തെലങ്കാനയാണെങ്കിലും എല്ലാ BJP ഇതര സംസ്ഥാനങ്ങൾക്കും ഒരു ഹോസ്റ്റൈലായിട്ടുള്ള ഗവൺമെന്റ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവരുടെ പോളിസിയിൽ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കണക്കാക്കുന്നതിനാണെങ്കിലും അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഷെയർ, സെൻട്രൽ ഗവൺമെന്റ് പദ്ധതികളെ സംബന്ധിച്ചാണെങ്കിലും ഒട്ടേറെ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കുണ്ട്. പക്ഷെ നമുക്ക് ഇനിയും അങ്ങോട്ടേക്ക് ഈ ഹോസ്റ്റൈൽ ഗവൺമെന്റിനെ പഴിചാരിക്കൊണ്ട് നമുക്ക് ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധത അല്ലെങ്കിൽ ജനങ്ങളോട് നമ്മൾ കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ നമുക്ക് മറന്നു പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ നികുതി വരുമാനം മെച്ചപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേഷനിലൂടെ നമ്മളുടെ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ഖജനാവ് മെച്ചപ്പെടുത്തുക എന്നുള്ളത്, സമ്പദ് വ്യവസ്ഥയല്ല ഖജനാവ് മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്.
അതിനൊട്ടേറെ മാർഗങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കേന്ദ്ര സർക്കാരിന്റെ പഴിചാരി നിൽക്കുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പിക്കുന്ന ഒട്ടേറെ ഉണ്ട്. ഇപ്പൊ പലപ്പോഴും ഇവർ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന 5 ഗ്യാരണ്ടി, ആ 5 ഗ്യാരണ്ടി എങ്ങനെ നടപ്പാക്കും, അതിന് പണം എവിടെ? ഒറ്റ മറുപടിയേ ഉള്ളൂ. കഴിഞ്ഞ 10 വർഷക്കാലത്ത് പിണറായി വിജയന്റെ സർക്കാരിനിടയ്ക്ക് അടുത്ത് ഒരു 5 വർഷക്കാലം ഈ കേരള സർക്കാർ IGST വരുമാനത്തിൽ നഷ്ടപ്പെട്ടത് 25,000 കോടിയാണ്. അത് GST വകുപ്പിന്റെ പുനർവിന്യാസം കൃത്യമായിട്ട് നടപ്പാക്കാതെ അതിന്റെ റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതിലും വീഴ്ചയുള്ള ഫോം പരിഷ്കരിക്കുന്നതിലും വീഴ്ച വരുത്തിയത് കൊണ്ടാണ് നമുക്ക് 25,000 കോടി നഷ്ടപ്പെട്ടത്. GST കേരളത്തിന്റെ ഒരു വരുമാന മാർഗമായി, മുഖ്യ വരുമാന മാർഗമായിട്ട് തോമസ് ഐസക് പറഞ്ഞ നമുക്ക് ഓർമ്മയുണ്ട്. അങ്ങനത്തെ ഒരു മാർഗത്തിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ വരുമാനം, നമ്മുടെ GST വകുപ്പ് ഏറ്റവും പെടുകാര്യസ്ഥതയുടെ ഒരു വകുപ്പായിട്ടുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ E-way ബില്ല് നടപ്പാക്കി വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ചെക്ക് പോസ്റ്റുകളിലെല്ലാം ബോർഡറുകളെല്ലാം ചെക്ക് പോസ്റ്റുകളില്ലാത്ത ബോർഡറുകളായി മാറുകയായിരുന്നു. അവിടെ അത് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം 5 വർഷക്കാലം എടുക്കാൻ കഴിഞ്ഞില്ല. അവിടെ കേന്ദ്ര സർക്കാരിന്റെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു. പക്ഷെ അത് കേരള സർക്കാർ അത് വേണ്ട എന്ന് നിലപാടെടുത്തിട്ട് ഇപ്പോൾ ഈ കക്കൂസ് മുതൽ കാന വരെ നിർമ്മിക്കുന്ന ഊരാളുങ്കൽ സൊസൈറ്റിയെ ആ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏൽപ്പിച്ചു. അത് മുന്നോട്ട് പോയില്ല എന്ന് മാത്രമല്ല, നമ്മുടെ E-way നികുതി വെട്ടിപ്പ് തടയുന്നതിൽ വലിയ വീഴ്ച അതിനകത്തുണ്ട്. അപ്പം നമുക്ക് അർഹതപ്പെട്ട വരുമാനങ്ങൾ, നികുതി ഒട്ടേറെ ഇല്ലാതെയായി പോയിട്ടുണ്ട്. ആ നികുതി സംവിധാനങ്ങളെ മുഴുവൻ പരിഷ്കരിച്ച് വിജിലന്റ് ആയ ഒരു ഒരു ഇന്റലിജൻസ് സംവിധാനം ഉണ്ടാക്കി നികുതി വെട്ടിപ്പ് തടയുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പ്രയോറിറ്റി. കാരണം ഒരു ക്വിക്ക് വരുമാനം എന്ന് പറയുന്നത് പോകാൻ അത് തന്നെയാണ്. അതുകൂടാതെ നമ്മുടെ മറ്റ് വിഭാഗങ്ങൾ എങ്ങനെയാണ് കൃത്യമായി ചാനലൈസ് ചെയ്ത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള അല്ലെങ്കിൽ വ്യവസ്ഥാപിതമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവേണ്ടി വരും, ഭരണ പരിഷ്കാരങ്ങൾ ഉണ്ടാവേണ്ടി വരും, എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള പരിഷ്കാരങ്ങൾ ഉണ്ടാവേണ്ടി വരും, നമ്മുടെ വകുപ്പുകളുടെ പുനർവിന്യാസം ആവശ്യമായിട്ട് വരും. അത്തരത്തിൽ ഒരു സമഗ്രമായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയുടെ മാത്രം നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന ഒന്നാണ്. ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ 10 വർഷക്കാലത്തെ ഈ വിക്ടിംഹുഡിൽ നിന്നുകൊണ്ട് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം ഒളിച്ചോടുന്ന ഒരു ഗവൺമെന്റ് ആയിരിക്കില്ല, മറിച്ച് അതിനപ്പുറം നമ്മളുടെ കാര്യങ്ങൾ, നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ബെറ്റർ ആക്കുന്ന ഒരു സംവിധാനമായിരിക്കും. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, 10 വർഷത്തെ നിങ്ങളുടെ ഇടതുപക്ഷ ഭരണത്തിൻ്റെ പോരായികളാണ് ശ്രീ രാജു പി നായർ ചൂണ്ടിക്കാണിക്കുന്നത്. എങ്കിലും UDFന്റെ കാലത്ത് വരാൻ പോകുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിന് അവർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രകൃതി സംരക്ഷണവും ജനകീയ പ്രതിഷേധങ്ങളുമൊക്കെ ഇതിനൊരു വെല്ലുവിളിയാകുന്നുണ്ട്. പുതിയ സർക്കാരിൻ്റെ വികസന നയം കൂടുതൽ പരിസ്ഥിതി സൗഹൃദമാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സിൽവർ ലൈൻ പോലുള്ള വിവാദ പദ്ധതികളിൽ അവർ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക? അല്ല, ഇതില് എനിക്ക് ചില കാര്യങ്ങൾ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച സുഹൃത്തുക്കൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ. കേരളത്തിന്റെ ഒരു വികസന പ്രതിസന്ധി എന്നത് വളരെ വിഖ്യാതവും ചിരകാലമായി സാമ്പത്തിക ശാസ്ത്രജ്ഞർ ചർച്ച ചെയ്തു. അതിന് പരിഹാരമുണ്ടാക്കാൻ 91 കരുണാകര സർക്കാർ അന്നത്തെ ആസൂത്രണ ബോർഡിന്റെ വൈസ് ചെയർമാനായിരുന്ന ഡോക്ടർ V രാമചന്ദ്രനെ ഒരു റിസോഴ്സസ് കമ്മീഷനായി നിയമിക്കും. എങ്ങനെ കേരളത്തിന് വരുമാനം ഉണ്ടാക്കാം, വിഭവങ്ങൾ ഉണ്ടാക്കാം, കേരളത്തിന്റെ വിഭവ കമ്മി എങ്ങനെ നികത്താം. അപ്പൊ ഡോക്ടർ V രാമചന്ദ്രൻ, അദ്ദേഹം വളരെ വിദഗ്ധനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്, CDS അധ്യാപകനായിട്ടുണ്ട്. അദ്ദേഹം നൽകിയ റിപ്പോർട്ട് എന്താ പറഞ്ഞത്? കേരളത്തിന് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. കേരളത്തിന്റെ ഈ മാതൃകയെ, വികസന മാതൃകയെ, സേവന മേഖലകൾക്ക് വേണ്ടി വിദ്യാഭ്യാസത്തിനും ആരോഗ്യ ചികിത്സക്കും കുടിവെള്ള വിതരണത്തിനും വൈദ്യുതി വിതരണത്തിനും ഒക്കെ സ്റ്റേറ്റ് വലിയ രീതിയിൽ പണം ചെലവാക്കുന്നു. അതാണ് കേരളത്തിന്റെ ഈ വികസന പ്രതിസന്ധി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ചെലവ് ചുരുക്കണം. ഇത്തരം ചെലവുകളെല്ലാം അതിന്റെ ഗുണഭോക്താക്കളായ ജനങ്ങളിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്യണം. അങ്ങനെ ഒരു കോസ്റ്റ് റിക്കവറി സ്കീമാണ് 91 കൊണ്ടുവന്നത്. 92, 93 കാലത്ത് കേരളം എരിവുകളിൽ എന്തുകൊണ്ടാണ് കത്തി നിന്നത്? ഇവിടെ എല്ലാ മേഖലയിലും റിക്കവറി സ്കീം നടപ്പാക്കി. കുടിവെള്ള മേഖല വരെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം നടത്തി. വൈദ്യുതി ബോർഡിനെ 3 കമ്പനികളായി വിൽക്കാനുള്ള, സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം നടത്തി. ഇതിനെല്ലാം എതിരായിട്ട് നമ്മൾ സമരം ചെയ്തപ്പോഴും നമ്മുടെ മുമ്പിൽ ഇതെങ്ങനെ മറികടക്കും? അങ്ങനെയുള്ള ആലോചനയിലാണ് ഡോക്ടർ മേരി ജോൺ ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ ലളിതമല്ല കാര്യങ്ങൾ. അങ്ങനെയുള്ള ആലോചനകളിലാണ് നമ്മുടെ റവന്യൂ വരുമാനത്തിന്, ബജറ്റിന് പുറത്ത് നമുക്ക് അടിസ്ഥാന സൗകര്യ രംഗത്ത് നിക്ഷേപം നടത്താൻ എങ്ങനെ പണം കണ്ടെത്താൻ കഴിയും?
ഇവിടുത്തെ എല്ലാ ഭൂഷാ സാമ്പത്തിക ശാസ്ത്രവും ഒരുപോലെ പറഞ്ഞിരുന്നത് കേരളത്തിൽ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും ഇങ്ങനെ പണം ചെലവാക്കുന്നതുകൊണ്ടാണ് ഗവൺമെന്റിന് അടിസ്ഥാന സൗകര്യ രംഗത്ത് നിക്ഷേപം നടത്താൻ കഴിയാത്തത്, ഉൽപാദനപരമായ മേഖലകളിൽ നിക്ഷേപം നടത്താൻ കഴിയാത്തത്. ഇത് ഈ വൈരുദ്ധ്യം കേരളത്തിൽ നിലനിന്നു. അപ്പോഴാണ് കിഫ്ബി വഴി ബജറ്റിന് പുറത്ത് പണം സമാഹരിച്ച് നമ്മുടെ അടിസ്ഥാന രംഗത്ത് വലിയ നിക്ഷേപങ്ങൾ നടത്താൻ കേരളം ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ തലയെടുത്ത് നിൽക്കുന്നത്. ഈ അടിസ്ഥാന സൗകര്യ രംഗത്തെ വളരെ വിപ്ലവകരമായ നിക്ഷേപങ്ങൾ നടത്തി മാറ്റങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ്. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കിയ കിഫ്ബിയെ ഉടനെ പിരിച്ചുവിടണമെന്നൊക്കെയാണ് ടീച്ചർ ഇവിടെ പറയുന്നത്. എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നത്തതുപോലുള്ള ഒരു ഗ്ലോബലൈസേഷന്റെ ഘടനാപരമായ പരിഷ്കാരങ്ങൾക്കകത്ത് നമ്മൾ എങ്ങനെ ഇതിനെ പ്രതിരോധിക്കും? കേന്ദ്ര സർക്കാർ വളരെ നിഷേധാത്മകമായ സമീപനം പല കാര്യങ്ങളും എടുക്കുന്നു. ഫെഡറലിസത്തോട് അങ്ങേയറ്റം നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്നു. സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ ധനവിഹിതം തരുന്നില്ല. ദേശീയ ധനകാര്യ കമ്മീഷനെ തന്നെ അവർ സ്വാധീനിക്കുന്നു. സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം, നികുതി വിഹിതം വെട്ടിക്കുറക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ അതിനെ മറികടക്കണമെങ്കിൽ ഒരു സംശയവുമില്ല, നമുക്ക് നമ്മുടേതായ ബദലുകൾ ഉയർത്തണം. ആ ബദലുകളുടെ കുറവുകളും ദൗർബല്യങ്ങളും പരിമിതികളും ഒക്കെ ചർച്ച ചെയ്ത് അത് പരിഹരിക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ അതിനെ മുഴുവനും അങ്ങ് ഇല്ലാതാക്കാം എന്നൊക്കെയുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമായ ഒരു നീക്കമായിരിക്കും. ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരമൊഴിഞ്ഞ് UDF അധികാരം ഏറ്റെടുക്കാൻ പോകുന്ന കേരളത്തിന്റെയും ഇന്ത്യയുടെയും ലോകത്തിന്റെയും സാഹചര്യം കുറച്ചും കൂടിയും കടുത്തതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. യുദ്ധം, അതുണ്ടാക്കിയിരിക്കുന്ന ഇന്ധനക്ഷാമം, അതുണ്ടാക്കിയിരിക്കുന്ന പണപ്പെരുപ്പം, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി പറയുന്നത് ഒരു യുദ്ധകാലത്തെ പോലെ നമ്മൾ ജീവിക്കണം, ചെലവ് ചെയ്യാൻ പാടില്ല, വിദേശ സാധനങ്ങൾ വാങ്ങിക്കരുത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്രൈസിസിനെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കും? നമ്മുടേതായ വിഭവ സാധ്യതകളും നമ്മുടേതായ മൂലധന സമാഹരണത്തിനുള്ള സാധ്യതകളും അതിനെയൊക്കെ ശക്തിപ്പെടുത്തിയും അതിനെന്തെങ്കിലും കുറവുകളും ദൗർബല്യങ്ങളും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു മുന്നോട്ട് പോകാനുള്ള ക്രിയാത്മകമായ സമീപനമാണ് ഉണ്ടാവേണ്ടത്. അത്തരം ഒരു സമീപനം ഇല്ലെങ്കിൽ കേരളത്തിന്റെ ഭാവി വളരെ ഇരുളടഞ്ഞതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, LDF സർക്കാർ കഴിഞ്ഞ 10 വർഷവും കേരളത്തോടുള്ള കേന്ദ്രത്തിൻ്റെ അവഗണനയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പുതിയ സർക്കാർ വരുമ്പോൾ കേന്ദ്രത്തിൻ്റെ നയത്തിൽ മാറ്റമുണ്ടാകുമോ? എന്തായിരിക്കും കേരളത്തോടുള്ള കേന്ദ്രത്തിൻ്റെ സമീപനം? കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഗവൺമെന്റ് ഓരോ ധനകാര്യ മന്ത്രിമാരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അടക്കമുള്ള ആളുകൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്ന പ്രസ്താവനകൾ നമ്മൾക്കെല്ലാം അറിയുന്ന കാര്യമല്ലേ, പൊതുസമൂഹത്തിലുള്ള കാര്യമല്ലേ. കേന്ദ്ര വിരുദ്ധ പ്രസ്താവനകളും കേന്ദ്ര ഗവൺമെന്റിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് കേന്ദ്ര പദ്ധതികൾ നിരാകരിക്കലും കേന്ദ്ര പദ്ധതികളുടെ പൂർണ്ണമായ ഒഴിവാക്കലുകളും, ചില മേഖലകളിൽ അത് പൂർണ്ണമായി ഒഴിവാക്കുകയാണ്, അത് വേണ്ട എന്ന് തീരുമാനിക്കാൻ. പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ ബജറ്റ് വിഹിതത്തിന്റെ ഭാഗമായി നമുക്ക് ലഭിക്കേണ്ട, നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട പദ്ധതികളടക്കം ഈ സംസ്ഥാനത്തിന് വേണ്ട എന്ന് തീരുമാനിച്ച് അതിൽ രാഷ്ട്രീയം മാത്രമാണ് അതിന്റെ ബേസ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു മാനദണ്ഡവും അതിനില്ല. അപ്പൊ രാഷ്ട്രീയപരമായ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആയുഷ്മാൻ പദ്ധതി, ഞാനൊരൊറ്റ ഉദാഹരണം മാത്രമായിട്ട് സൂചിപ്പിക്കാം. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ, എന്താ കേരളത്തിലുണ്ടായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ചർച്ചകൾ. അപ്പൊ ആ തരത്തിൽ ഞാൻ 1-2 പദ്ധതികൾ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ശ്രീ ജെയിംസ്. പക്ഷെ അതേസമയം കേരളത്തിലേക്ക് കിട്ടേണ്ട കോടിക്കണക്കിന് രൂപയുടെ സംസ്ഥാനത്തിന്റെ പൊതുവിഹിതത്തിന്റെ ഭാഗമായി കിട്ടേണ്ട പദ്ധതികൾ അത് വേണ്ടാന്ന് വെക്കുക, നിഷേധിക്കുക, അതിൽ പൂർണ്ണമായിട്ടുള്ള അവഗണനയോടുകൂടി നിലപാടുകൾ സ്വീകരിക്കുക, അതൊരു ഭാഗത്ത് നിലനിൽക്കുക. എന്നിട്ടാണ് മന്ത്രിമാരടക്കം ശ്രീ KT കുഞ്ഞിക്കണ്ണൻ അടക്കമുള്ള ആളുകൾ നിരന്തരമായി പറയുന്നത് കേന്ദ്ര അവഗണന. ശ്രീ രാജു പി നായരും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്, കേന്ദ്ര അവഗണന ഉണ്ടായെന്ന്. ഒരു സംസ്ഥാനത്തിനും 15ാം ധനകാര്യ കമ്മീഷനാണല്ലോ രാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന സംവിധാനത്തിന്റെ ഭാഗമായി ഫിനാൻസിന്റെ വിതരണം നടത്തേണ്ട പ്രധാനപ്പെട്ട സംവിധാനം. ആ സംവിധാനത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ഒരു വിഹിതത്തിലും വ്യത്യാസം ഉണ്ടായിട്ടില്ല. ധനകാര്യ കമ്മീഷൻ തീരുമാനിക്കുന്ന നടപടികൾക്കനുസരിച്ചാണ് ഫണ്ടിന്റെ അലോക്കേഷൻ ഉണ്ടാകുന്നത്. എല്ലാ സംസ്ഥാനത്തിനും അങ്ങനെ തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് ആര് ഭരിക്കുന്നു ആര് ഭരിക്കുന്നില്ല എന്നുള്ളതിന് യാതൊരു പ്രസക്തിയുമില്ല. 16ാം ധനകാര്യ കമ്മീഷൻ വന്നിരിക്കുന്നു, അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഇതിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉയർത്തി കാണിച്ചിട്ടില്ല, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ പോലും ഉയർത്തി കാണിച്ചിട്ടുള്ള വികസന പദ്ധതികൾ ഏതാണ്? ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, ട്രെയിനുകളുടെ കാര്യത്തിലാണ്, റെയിൽവേയുടെ വികസനത്തിന്റെ കാര്യത്തിലാണ്. അതിനപ്പുറത്തേക്ക്
നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന സൗകര്യത്തിന്റെ വികസനത്തിന്റെ ഭാഗമായി ഉണ്ടാകേണ്ട, അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തേക്ക് പണം കൊണ്ടുവരുന്ന മേഖലകൾ എന്ന് പറയുന്ന നമ്മുടെ കൈത്തറി മേഖല, നമ്മുടെ MSME മേഖല, നമ്മുടെ മത്സ്യമേഖല, നമ്മുടെ കശുവണ്ടി മേഖല, നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന അതിനുവേണ്ട സാധ്യതകൾ, അതോടൊപ്പം തന്നെ നമ്മുടെ ടൂറിസം മേഖലയിൽ ഉണ്ടാകുന്ന സാധ്യതകൾ, ഇതിനെയൊന്നും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മൂല്യവർദ്ധിത സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ, അതിനു വേണ്ടിയിട്ടുള്ള ബിസിനസ്സുകൾ ഡെവലപ്പ് ചെയ്യാൻ ഏതെങ്കിലും ഒരു പദ്ധതി ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടോ, നടപ്പാക്കപ്പെട്ടിട്ടുണ്ടോ? അതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, മേരി ടീച്ചർ സൂചിപ്പിച്ച പോലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ശ്രീ കുഞ്ഞിക്കണ്ണൻ അതിനെ പൂർണ്ണമായി നിരാകരിക്കുകയാണ് ചെയ്തത്. എന്തിനാണ് കിഫ്ബി കൊണ്ടുവന്നത്? എന്തായിരുന്നു കിഫ്ബിയുടെ പ്രയോജനം? എന്തിനാണ് പെൻഷൻ ഫണ്ട് കമ്പനി കൊണ്ടുവന്നത്? ഇത് രണ്ടും കൊണ്ടുവന്നത് ബജറ്റേതര വിഹിതത്തിന്റെ ഭാഗമായി, ബജറ്റേതര സംവിധാനത്തിന്റെ ഭാഗമായി കടമെടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. 50,000 കോടിയിലധികമാണ് രണ്ട് സ്ഥാപനങ്ങളും കൂടി ചേർന്ന് ഓരോ സ്ഥാപനം എടുത്തത്. 1,00,000-ലധികം കോടി രൂപയാണ് ഈ രണ്ട് സ്ഥാപനങ്ങളും കൂടി ചേർന്ന് കേരളത്തിന്റെ പൊതുകടത്തിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് മാക്സിമം എടുക്കാവുന്ന എത്രയാണ്? GDP-യുടെ 3.5%. 3%, അത് ഏറ്റവും കൂടുതൽ 3.5%. ഇന്ന് നമ്മളത് 3.8% എത്തിയിരിക്കുന്നു. അതിൽ കിഫ്ബിയും പെൻഷൻ ഫണ്ടും കൂടി ചേർത്താൽ നമ്മൾ 5% എടുക്കുന്നു. അവിടെയാണ് ധനകാര്യ കമ്മീഷന്റെ പണം കിട്ടുന്നില്ല എന്നീ വേവലാതി പറയുന്ന ആളുകളെ സംബന്ധിച്ച് അവർ എടുത്തു വെക്കുന്ന കടം ഈ രാജ്യത്തെ ഒരു സംസ്ഥാനവും എടുക്കാത്ത കടത്തിന്റെ GDP-യുടെ പെർസെന്റേജാണ്. ഇത് നമ്മുടെ സംസ്ഥാനത്തെ പ്രത്യേകിച്ച് ബജറ്റേതര കടമെടുക്കലിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനം ഒരു കടമെടുക്കുന്ന സംസ്ഥാനം എന്നുള്ളതിനേക്കാൾ, അതെല്ലാ സംസ്ഥാനവും എടുക്കുന്ന സംസ്ഥാനം എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ വികസന സാധ്യതകൾ ഇല്ലാതെയാക്കി. നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ കൊടുക്കാൻ, ശമ്പളം കൊടുക്കാൻ എല്ലാത്തിനും കടമെടുക്കുകയാണ്. അപ്പം നമ്മുടെ വരുമാന സ്രോതസ് ഏതാണ് എന്ന് കണ്ടെത്തി അതിനെ പരിഹരിക്കാനോ അതിനെ താങ്ങായി നിൽക്കാനോ ഗവൺമെന്റുകൾ എടുക്കുന്ന കഴിഞ്ഞ 10 വർഷക്കാലത്തെ നിലപാടുകൾ കൊണ്ട് പൂർണ്ണമായും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇനി പുതിയ ഗവൺമെന്റ് വരുമ്പോൾ പുതിയ ഗവൺമെന്റ് എന്താ ചെയ്യാൻ പോകുന്നത്? ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതയുടെ അടിസ്ഥാനത്തിൽ 2 വർഷക്കാലം ആനുകൂല്യം പറ്റിക്കൊണ്ട് അവർ കാരണമാണ് ഞങ്ങൾക്ക് വികസന പദ്ധതികൾ നടപ്പാക്കാൻ കഴിയാതെ പോകുന്നത് എന്നുള്ള പ്രഖ്യാപനം നടത്തുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് എന്തെങ്കിലും പുതിയ ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട യാതൊരു സാധ്യതയും നിലവിലെ സാഹചര്യത്തിലില്ല. മറ്റൊന്ന്, ഫ്രീ ബീസ് ആണല്ലോ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കേട്ടത്. അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ചെലവുകൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരാൻ പോകുന്ന ചെലവുകൾ, ഇതെങ്ങനെ മീറ്റ് ചെയ്യും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പം നമ്മുടെ ബജറ്റേതര സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള കടമ എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് എങ്ങനെ തനതായിട്ടുള്ള സംസ്ഥാനത്തിന്റെ വരുമാനം ഉയർത്താം, നമ്മുടെ ബജറ്റ് വിഹിതത്തിലേക്ക് കമ്മി കുറക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാം. നമ്മുടേത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ 50,000 കോടിയാണ് നമ്മൾ കൂടുതൽ എടുത്തിട്ടുള്ളത് കഴിഞ്ഞ സാമ്പത്തിക വർഷം, മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ. അപ്പം നമ്മുടെ സാമ്പത്തിക മേഖലയിൽ എങ്ങനെ ഇൻകം വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ബജറ്റ് കമ്മി കുറയ്ക്കുക എന്നുള്ളതിനെ, ബജറ്റ് കമ്മി ഓരോ ബജറ്റിലും ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി കഴിഞ്ഞ 5 വർഷക്കാലം ബജറ്റ് കമ്മി കുറയുന്നു എന്ന് പറഞ്ഞ് ഉയർത്തി കാണിച്ച ഏതാണ്? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണ്. നമ്മുടെ വ്യവസായ വകുപ്പിൽ രജിസ്റ്റർ ചെയ്യുന്ന ഏത് സ്ഥാപനവും ഇപ്പോൾ ബിസിനസ് തുടങ്ങണമെങ്കിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്യണം എന്നുള്ള മാനദണ്ഡത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സ്ഥാപനങ്ങളുടെ എണ്ണമാണ് നമ്മുടെ സംസ്ഥാനത്ത് വലിയ വ്യാവസായിക വിപ്ലവം ഉണ്ടായി എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഞാൻ തുടങ്ങിയാലും, ജെയിംസ് തുടങ്ങിയാലും, പെട്ടിക്കട തുടങ്ങിയാലും, കപ്പലിന്റെ കച്ചവടം തുടങ്ങിയാലും എല്ലാത്തിനും രജിസ്ട്രേഷനാണ്. ആ രജിസ്ട്രേഷനാണ് നമ്മൾ വികസനത്തിന്റെ ഭാഗമായി ചൂണ്ടിക്കാണിച്ചത്. തനത് വരുമാനത്തിലൂടെ നമ്മുടെ ബജറ്റ് വിഹിതത്തിന്റെ ഭാഗമായിട്ടുള്ള കമ്മി കുറയ്ക്കാൻ ഒരു നടപടിയും കഴിഞ്ഞ കാലഘട്ടത്തിൽ പോകുന്ന ഗവൺമെന്റ്, ഇതിന്റെ ബെനിഫിറ്റ് എടുക്കാൻ വരാൻ പോകുന്ന ഗവൺമെന്റാണ്. 2 വർഷക്കാലത്തൊക്കെ പിടിച്ചു നിൽക്കാനുള്ള വഴി കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്തതിന്റെ കാരണം കഴിഞ്ഞ ഗവൺമെന്റ് ആണ് എന്ന് പറഞ്ഞ് ഒഴിയാനുള്ള സാധ്യതയാണ്. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് 15ാം ധനകാര്യ കമ്മീഷന്റെ വിഹിതമായി കിട്ടേണ്ട എല്ലാ പണവും, ഒരു പണവും കിട്ടാനില്ല. ലാസ്റ്റ് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി അവസാനം എന്താ സൂചിപ്പിച്ചത്? കേന്ദ്ര പണം കിട്ടാനുണ്ടെന്ന് കോടതിയിൽ പോയില്ലേ, സുപ്രീം കോടതിയിൽ തോറ്റ് തുന്നമാടി പുറത്തേക്ക് വരേണ്ടി വന്നു. എന്താ കാരണം? കടമെടുക്കാനുള്ള കാര്യമാണ് സുപ്രീം കോടതി പോയി ചോദിച്ചത്, അല്ലാതെ കേന്ദ്രത്തിൽ നിന്ന് വിഹിതം കിട്ടാനുള്ളതല്ല. മറ്റൊന്ന്, കേന്ദ്ര വിഹിതത്തിന്റെ ഭാഗമായി കിട്ടാനുള്ള പണമുണ്ട് എന്ന് പറഞ്ഞു. 735 കോടി രൂപയാണ് കിട്ടാനുള്ള കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞു, പാർലമെന്റിൽ പ്രഖ്യാപിച്ചു. അത് തിരിച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ കേരളത്തിൽ പണം കിട്ടാനുണ്ട് എന്ന് പറയുന്ന തട്ടിപ്പ്, തെറ്റായ വിവരങ്ങൾ പുറത്തേക്ക് കൊടുത്തുകൊണ്ട് നടത്തിയ പ്രചരണം, ആ പ്രചരണത്തിന്റെ കെടുതി ഈ വരാൻ പോകുന്ന UDF ഗവൺമെന്റിൽ നമ്മൾ അനുഭവിക്കാൻ വേണ്ടി പോവുകയാണ്. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീമതി കാർത്തിക മരിയ, ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ മോശമാണ് എന്നുള്ളതാണ്. എന്നാൽ ലോക നിലവാരത്തിലാണ് നമ്മുടെ ആരോഗ്യരംഗമെന്നും വിദ്യാഭ്യാസ രംഗമെന്നും എല്ലാം നമ്മൾ അവകാശപ്പെടുന്നുണ്ട്. പുതിയ സർക്കാർ അടിയന്തരമായി കൊണ്ടുവരേണ്ട ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്?
നമ്മളുടെ കേരളത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഇവിടെ എല്ലാവരും വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചു. ഇതിനകത്ത് നമ്മൾ ആരോഗ്യവും വിദ്യാഭ്യാസവുമായി രണ്ട് മേഖലയിലെല്ലാം വളരെ മുന്നോട്ട് തന്നെയാണ്. അതൊരു സർക്കാരിൻ്റെ ഒരു കഴിവായിട്ട് ഞാൻ കാണുന്നില്ല. നമുക്കൊരു നാച്ചുറലായിട്ടുണ്ടാവുന്ന, ഇവിടെ കേരളത്തിൽ പണ്ട് മുതലേ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളുകളായതുകൊണ്ട് നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാവുന്ന ഒരു ഗ്രോത്താണ് നമുക്കിവിടെ ഉണ്ടായിരിക്കുന്നത്. അത് ആരോഗ്യത്തിലാവട്ടെ, അത് വിദ്യാഭ്യാസത്തിലാവട്ടെ, ഇവിടെയുള്ള നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം വൈസ് ആണെങ്കിൽ പോലും നമ്മൾ കുറച്ചും കൂടെ എല്ലാ സംസ്ഥാനങ്ങളെക്കാളും നമുക്കൊരു അപ്പർ ഹാൻഡ് എന്നും ഉണ്ടായിരുന്നത് അതൊരു നാച്ചുറൽ ഗ്രോത്ത്. അത് UDF LDF ഗവൺമെൻറ്റുകൾ മാറി 5 കൊല്ലം ഇപ്പോഴാണ് പിണറായി ഗവൺമെൻറ് 10 കൊല്ലം ഭരിച്ചത്. പക്ഷെ അതിന് മുന്നേ ആണെങ്കിലും എന്നും മാറി വരുന്ന ഗവൺമെൻറ്റുകൾക്ക് അവകാശപ്പെടാവുന്നതാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിൽ ഒരു വിരുദ്ധമായൊരു അഭിപ്രായമുണ്ട്. അഡ്വക്കേറ്റ് കൃഷ്ണദാസ് പറഞ്ഞതുപോലെ നമ്മൾ സർക്കാർ തരുന്നത് നോക്കി നിൽക്കാതെ നമുക്കിവിടെ തനതായ ഇൻഡസ്ട്രീസാണ് നമ്മളിവിടെ വളർത്തിക്കൊണ്ട് വരേണ്ടത്. നമ്മളിവിടെയുള്ള ആളുകൾക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കണമെങ്കിൽ ഇവിടെ ഇൻഡസ്ട്രീസ് വരണം. ഗവൺമെൻറ് ആണെങ്കിലും ഫ്രീ ബീസ് കൊടുക്കുന്നത്, ഇപ്പോൾ കിറ്റ് കൊടുത്തല്ല നമ്മൾ ആളുകളെ കൂട്ടേണ്ടത്. നമ്മൾ അതിലല്ല നമ്മളുടെ വികസനം നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്. മുന്നോട്ട് വെക്കേണ്ടതിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഓരോന്നിനും ഒരു വികസിത രാജ്യമാവണമെങ്കിൽ, ഒരു വികസിത സംസ്ഥാനമാവണമെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഇൻഡസ്ട്രീസാണ് മുന്നോട്ട് വരേണ്ടത്. ആ ഇൻഡസ്ട്രീസിനോട് ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മൾ പബ്ലിക് പോളിസീസ് ഉണ്ടായി കഴിയുമ്പം പല കാര്യങ്ങളിലും നമുക്ക് മുന്നോട്ട് എത്തിക്കാനും പറ്റും, നമുക്ക് തൊഴിൽ അവസരങ്ങൾ ഉറപ്പാക്കാൻ പറ്റും, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. സർക്കാരിന് പണം വേണം, അത് തീർച്ചയായിട്ടും. അത് കേന്ദ്ര ഗവൺമെൻറ് ആണോ കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് എനിക്കൊരു വിരുദ്ധമായിട്ടുള്ള അഭിപ്രായമുണ്ട്. ബിക്കോസ് കേരളത്തിന് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ പോലും അതിൽ ഒരു ഫിസ്ക്കൽ ഡെഫിസിറ്റ് നികത്തേണ്ടതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും സെൻട്രൽ ഗവൺമെൻറ്റിനല്ല. അപ്പോൾ അതിൽ നമ്മളിവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുക. അതിനുള്ള ബാക്കി ഒരു ബഫറാണ് അവർക്ക് തരാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് 15 സാറ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതിനകത്ത് നമ്മൾ എല്ലാത്തിനും അവർ ഡിപ്പെൻഡ് ചെയ്യുക. നമുക്ക് ഫ്രീ ബീസ് കൊടുക്കുന്നത് സർക്കാർ ഓരോരോ പദ്ധതികൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഇന്ദിര പദ്ധതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, 1000 രൂപ വെച്ചിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും KSRTC ഇപ്പം പ്ലാനിംഗ് കമ്മീഷനിൽ കൃത്യമായിട്ട് KSRTC പറഞ്ഞു ഇതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യമല്ല. ബിക്കോസ് ഇവിടെ സ്ത്രീകൾ ഫ്രീ ആയിട്ട് ഇവിടെ പോവുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ട് ഇത് പോസിബിൾ അല്ല. ചിലപ്പോൾ 2 മാസം നടത്തുമായിരിക്കും, 4 മാസം നടത്തുമായിരിക്കും, പിന്നെയും KSRTC കടത്തിലേക്ക് പോകും. ഇത് അടച്ചു പൂട്ടുന്ന ഒരു സാഹചര്യം വരാതെ ഇതിന് നമുക്ക് വികസനം നമ്മൾ എൻഷുർ ചെയ്യുക. നമ്മൾ അതിന് പ്രോപ്പറായിട്ടുള്ള ബിസിനസ് പ്ലാറ്റ്ഫോംസ് ഉണ്ടാക്കുക, ഇവർക്ക് ജോലി ഉറപ്പാക്കുക. നമ്മൾ എന്നും ഇപ്പം ഓരോ ആളുകളും നമ്മൾ സാമ്പത്തിക വിദഗ്ധർ പലപ്പോഴും പറയുന്നുണ്ട് നമ്മൾ ഇവർ സർക്കാരിൽ റിലയൻ്റ് ആവാതെ നമ്മൾ സ്വന്തം നിലയ്ക്ക് റിലയൻ്റ് ആവുക. ഇതിനകത്ത് ഇപ്പം ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടെന്ന് ഒരു കാലത്ത് പറഞ്ഞു. ഇപ്പം ബ്രെയിൻ ഡ്രെയിൻ അല്ല, ഇപ്പം നമുക്ക് ശരിക്കും ഇന്ത്യ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളൊക്കെ വഴി വളരെ വളരെ വികസിതമായിട്ടൊരു രാജ്യമായിട്ട് നമ്മൾ മുന്നോട്ട് ഒരു ഗ്ലോബൽ പവറായിട്ടാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളം ഇപ്പോൾ വിക്ടിംഹുഡിൽ നിന്ന് മാറി നമ്മൾ ഡെവലപ്മെൻറ്റിനോട് അലൈൻ ചെയ്ത് വരികയാണ് നമ്മളുടെ കൃത്യമായിട്ടുള്ള ഒരു പോളിസിയിൽ വരേണ്ടത്. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന പോളിസീസ് ഉണ്ടെങ്കിൽ ഇൻഡസ്ട്രി ഫ്രണ്ട്ലി ആയിട്ടുള്ള പോളിസീസ് ആക്കുക. എല്ലാ കാര്യങ്ങളിലും എല്ലാ മേഖലകളിലും കൃത്യമായി പഠിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ആ ഒരു വിഷനോട് അലൈൻ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് ഇൻഡസ്ട്രി ഫ്രണ്ട്ലി ആയിട്ടുള്ള പോളിസീസ് ഏകോപിപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ മേരി ജോർജ്, എന്തുകൊണ്ടാണ് കിഫ്ബി പിരിച്ചുവിടണം എന്ന് താങ്കൾ പറയുന്നത്? കേരളത്തിൻ്റെ കടബാധ്യത, റവന്യൂ കമ്മി എന്നിവയുടെയൊക്കെ പശ്ചാത്തലത്തിൽ പുതിയ സർക്കാരിൻ്റെ സാമ്പത്തിക അജണ്ട എന്തായിരിക്കണം? അതായത് പുതിയ സർക്കാരിൻ്റെ സാമ്പത്തിക അജണ്ട എന്ത് തന്നെയാണെങ്കിലും 2016 വരെയുള്ള സർക്കാരുകൾ ഇവിടെ മുന്നോട്ട് പോയത്, അത് LDF വലതുപക്ഷ ഗവൺമെൻറ് ആണെങ്കിലും ഇടതുപക്ഷ ഗവൺമെൻറ് ആണെങ്കിലും മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇങ്ങനെ 2 സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ് വെച്ചിട്ടല്ലായിരുന്നു. അതായത് റവന്യൂ മൊബിലൈസേഷൻ വേണ്ട രീതിയിൽ മാനേജ് ചെയ്യുക. നേരത്തെ രാജു പി നായർ അതേപ്പറ്റി പറഞ്ഞു. അങ്ങനെ നല്ല രീതിയിൽ റവന്യൂ മൊബിലൈസേഷൻ ആ സമയം തന്ന ഒരു മണിക്കൂർ നേരം ഞാൻ അതേപ്പറ്റി ഇവിടെ പറയാം. റവന്യൂ മൊബിലൈസേഷൻ എന്നുള്ളതിനെ പറ്റി. അതുപോലെ റവന്യൂ മൊബിലൈസേഷൻ പോലെ ചെലവ് എവിടെ വേണം എവിടെ വേണ്ട. ഇപ്പൊ മരിയ പറഞ്ഞ പല കാര്യങ്ങളിലും എനിക്ക് എതിർപ്പുണ്ട്. എങ്കിലും ഈ ഇലക്ഷന് കൊടുക്കാൻ തീരുമാനിച്ച ഫ്രീ ബിയെ പറ്റി, അതായത് ഞങ്ങളെ പോലെയുള്ളവരോട് ഡിസ്കസ് ചെയ്തിട്ടായിരുന്നു ഈ തീരുമാനങ്ങൾ എടുത്തിരുന്നത് എങ്കിൽ ഞങ്ങളെ വളരെ ശക്തമായിട്ട് എതിർക്കുമായിരുന്നു ഇതിലെ പല തീരുമാനങ്ങളും. ഫ്രീ ബി ചിരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ മിസ്റ്റർ കൃഷ്ണദാസ് ഇന്നലെ പാറ്റ്നയിലെ ഒരു മന്ത്രി പറഞ്ഞത് ഓർക്കുക.
എന്തിനാണ് പെൺകുട്ടികളെ സ്കൂളിലേക്കൊക്കെ അയക്കുന്നത്? അവർ വീട്ടിലിരുന്നാൽ പോരെ എന്ന് എൻ്റെ അടുത്തെങ്ങാനും ആ മന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ഇപ്പൊ പറയുന്നില്ല. അപ്പൊ ആ മന്ത്രി പറഞ്ഞതിന്റെ, അതായത് ചേർത്ത് പിടിക്കാൻ പ്രധാനമന്ത്രി ഉണ്ടല്ലോ എന്നും കൂടി അയാൾ പറഞ്ഞു. ആ ചേർത്ത് പിടിക്കൽ എങ്ങനെയായിരുന്നു എന്ന് മിസ്റ്റർ കൃഷ്ണദാസ് ഓർക്കുന്നുണ്ടോ? ആ ബീഹാർ ഇലക്ഷൻ വന്നപ്പോൾ 10,000 രൂപ വീതം ഓരോ പെണ്ണിനും കൊടുക്കുമെന്ന് പറഞ്ഞാണ് അവരുടെ വോട്ട് വാങ്ങിച്ചത്. അത് വലിയ ഫ്രീബിയാണ്. ആ സമയത്താണ് സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തത് ആ ഫ്രീബിക്കെതിരെ. എന്നിട്ട് സുപ്രീം കോടതി ജസ്റ്റിസ് ഗവായ് എന്താണ് പറഞ്ഞത്? ഒരു കാരണവശാലും ഫ്രീബീസ് കൊടുക്കരുത് ഇലക്ഷൻ കിട്ടാൻ, വോട്ട് കിട്ടാൻ വേണ്ടി. കാരണം ഫ്രീബീസ് കൊടുക്കുമ്പോൾ ഉൽപാദനക്ഷമത, പിന്നെ അതായത് എന്തിനാ ജോലി ചെയ്യുന്നത്, ജോലി ചെയ്തില്ലെങ്കിൽ സുഖമായി 10,000 രൂപ കൊണ്ട് ജീവിക്കാം ബീഹാറിൽ എന്ന് സ്ത്രീകൾ പോലും വിചാരിക്കാൻ തുടങ്ങും. അങ്ങനെ വിചാരിക്കുമെന്ന്. പക്ഷേ കോടതി എന്നിട്ടും പറഞ്ഞു, പക്ഷേ കോടതി ഇതിൽ ഇടപെടുന്നില്ല, അത് കോടതിയുടെ മാറ്റർ അല്ല എന്ന് പറഞ്ഞ് ഈ ഇങ്ങനെയുള്ള അത് ആ സമയത്ത് പിന്നെ വെബ്സൈറ്റ് ഒന്ന് നോക്കിയാൽ മതി. അങ്ങനെ പറഞ്ഞ് കോടതി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് ഇപ്പോഴും ചോദിക്കാൻ എനിക്കിഷ്ടമാണ്, അതിന്റെ പുറകെ നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അതിന് പോകാത്തത്. ഇന്നലെ പറഞ്ഞ ആ മന്ത്രിയെ അന്നേരം തന്നെ പിരിച്ചുവിടണ്ടേ? പെണ്ണുങ്ങൾ എന്തിനാ സ്കൂളിൽ പോകുന്നതെന്ന് ചോദിച്ച മന്ത്രിയെ ഇത്ര കൂടുതൽ ആക്ഷേപിക്കുന്നത്, എന്നിട്ട് എന്ത് ചേർത്ത് പിടിക്കില്ല. അപ്പൊ അത് പോട്ടെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. അപ്പൊ നമ്മുടെ വിഷയം, അപ്പൊ മരിയ പറഞ്ഞു ഇവിടുത്തെ ഈ ഹെൽത്ത് പിന്നെ എഡ്യൂക്കേഷൻ, അത് ശരിയാണ്. റോയൽ കാലഘട്ടത്തിൽ, അതായത് രാജഭരണ കാലം മുതലേ, അതായത് സത്യം പറഞ്ഞാല് വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞാല് ഈ ഇംഗ്ലീഷ്, അതായത് എന്താണ്, നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യ പീരീഡിലായിരുന്നപ്പോൾ ആ ബ്രിട്ടീഷുകാരുടെ ഇനീഷ്യേറ്റീവില് അതായത് റോയൽ ഫാമിലിയും ഒക്കെ വളരെ സന്തോഷത്തോടു കൂടി പിന്നെ ഇവിടെ വിദ്യാഭ്യാസത്തില്, ആരോഗ്യത്തില് ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി. അതിന്റെ ഫലമായിട്ട് പിൽക്കാലത്ത് ഗവൺമെന്റ്, അതായത് ജനാധിപത്യം വന്നപ്പോൾ ആ ഗവൺമെന്റുകളും ആ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തു. അത് അങ്ങനെയാണ് ഇവിടെ ഹെൽത്തിലും വിദ്യാഭ്യാസത്തിലും മേൽക്കൈ ഉണ്ടായത്. പക്ഷെ ആ മേൽക്കൈ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് എവിടെ പോയി? മോർച്ചറിയിലാണ് ഹെൽത്ത് കിടക്കുന്നത്. അതുപോലെ ഏതാണ്ട് മോർച്ചറിയിലാണ് എഡ്യൂക്കേഷനും കിടക്കുന്നത്. ഗ്ലോബൽ ഹബ്ബാക്കും എന്നാണ് LDF പറഞ്ഞിരുന്നത്. മിസ്റ്റർ കുഞ്ഞിക്കണ്ണൻ എന്നോട് ക്ഷമിക്കണം, പക്ഷെ ഗ്ലോബൽ ഹബ്ബാക്കിയിട്ട് ബ്രെയിൻ ഡ്രെയിൻ ഏറ്റവും കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. ക്ലാസ് റൂമുകൾ, അതായത് കിഫ്ബിയുടെ ഫണ്ട് വാങ്ങിച്ച് ക്ലാസ് റൂംസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്തു, പക്ഷെ ക്ലാസ് റൂമിൽ കുട്ടികളില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് ഇതിൽ നിന്ന് കരകയറാൻ പറ്റുന്നത് എന്ന് കൃത്യമായി ദിശാബോധമുള്ള മന്ത്രിമാർ വരണം. മന്ത്രിമാർ മാത്രം വന്നാൽ പോരാ, അവരെന്താണ് കാര്യക്ഷമത എന്ന് ജനത്തിന് കാണിച്ചു കൊടുക്കണം. കാര്യക്ഷമത എന്താണെന്ന് അറിയില്ല മിസ്റ്റർ ജെയിംസ്. ഒരു കാര്യം, അതായത് നമ്മുടെ അഭിജിത് ബാനർജി, നമുക്ക് 2019 ഇന്ത്യയിലേക്ക് നോബൽ പ്രൈസ് സാമ്പത്തിക ശാസ്ത്രത്തിന് കൊണ്ടുവന്ന അഭിജിത് ബാനർജി, ബംഗാളിയാണ്. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട് 2019 വാട്ട് ദ ഇക്കോണമി നീഡ്സ് നൗ. അതൊന്ന് വാങ്ങിച്ച് നമ്മുടെ ശ്രോതാക്കളെല്ലാം വായിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിമാർ വായിക്കണം, നമ്മുടെ MLA വായിക്കണം. എന്താണ് എഫിഷ്യൻസി? നമ്മുടെ ശ്രീ പിണറായി വിജയനും അതൊന്ന് വായിക്കണം. അദ്ദേഹം എഫിഷ്യൻസിക്ക് മാർക്കിടുമെന്ന് പറഞ്ഞ് ഭരണത്തിൽ വന്നിട്ട് ഇൻഎഫിഷ്യൻസിയുടെ കൂത്തരങ്ങായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പൊ എഫിഷ്യൻസി എന്താണെന്ന് അറിയണേ ആ ഗ്രന്ഥം വായിക്കണം. അമേരിക്ക 5 വർഷ ശമ്പള പരിഷ്കരണം കൊണ്ടല്ല എഫിഷ്യൻസി പ്രൊമോട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ്? നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ളവർക്ക് എഫിഷ്യൻസിക്ക് അനുസരിച്ച് ഇൻക്രിമെന്റും പ്രൊമോഷനും കൊടുത്താണ് എഫിഷ്യൻസിയെ പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലാതെ 5 വർഷ ശമ്പള പരിഷ്കരണമല്ല. ഇപ്പോഴും ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നു, ഈ കേരളത്തിൽ മാത്രമേ 5 വർഷ ശമ്പള പരിഷ്കരണമുള്ളൂ. അത് 10 വർഷമാക്കി മാറ്റണം. ഇവിടുത്തെ ധനപ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗമാണ് ശമ്പള പരിഷ്കരണം. അത് തൊഴിലാളികളെ, അതായത് സർക്കാർ ജീവനക്കാരെ ഏതെങ്കിലും തരത്തിൽ വേട്ടയാടാനോ അവരുടെ വരുമാനം കുറയ്ക്കാനോ ഒന്നുമല്ല. അവർക്ക് തന്നെ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഒരു ദിവസം ഒരു മീറ്റിംഗ് വെച്ചിട്ട് എങ്ങനെയാണ് 10 വർഷ ശമ്പള പരിഷ്കരണം കൊണ്ടുവന്നാൽ ഈ പറയപ്പെട്ട ധനപ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ പറ്റുക, എങ്ങനെയാണ് ഈ പറയപ്പെട്ട സർക്കാർ ജീവനക്കാര് പൂർവാധികം. ഇപ്പൊ ഞങ്ങൾക്ക് ഈ 11ാം പിന്നെ ഫിനാൻസ് ശമ്പള പരിഷ്കരണത്തിൽ തീരുമാനിച്ച DA
അതിന്റെ കുടിശ്ശിക, ഇതൊന്നും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. 2021-22 കൊണ്ടുവന്നതിന്റെ ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എത്ര വർഷമാണ് ആ ഫണ്ട് ഡോക്ടർ മേരി ജോർജ്, ഞാനൊന്ന് ഇടപെടുകയാണ്. ബാങ്കിൽ ഇട്ടിരുന്നെങ്കിലും വലിയ പലിശ കിട്ടിയേനെ. പിന്നെ എന്തിനാണ് ആ പ്രഹേളിയേക്ക് പോകുന്നത്? 10 വർഷം ശമ്പള പരിഷ്കരണം ആക്കിക്കൂടെ? അങ്ങനെ വിഭവ സമാഹരണം നന്നാക്കി കൊണ്ടുവരിക. അതായത് നികുതിയേതര വരുമാനം. ഈ വർഷത്തെ ബജറ്റ് ബജറ്റ് ഡോക്യുമെന്റിന്റെ കയ്യിലിരിക്കുകയാണ്. ഈ ബജറ്റ് ഡോക്യുമെന്റിൽ തന്നെ ഉണ്ട് 22,814 കോടിയാണ് കുടിശ്ശിക പിരിച്ചെടുക്കാൻ കിടക്കുന്നത് 2025-26 വർഷം. 22,814 കോടി. എന്തുകൊണ്ട്? ഇതൊക്കെയാണ് പിന്നെ CAG ചോദിക്കുന്ന മറ്റു ചോദ്യങ്ങള്. എന്തുകൊണ്ട് വകമാറ്റി ചെലവഴിക്കുന്നു? ബി അശോകുമായിട്ടുള്ള ഇഷ്യൂ തന്നെ എടുത്താൽ മതി. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് നമ്മുടെ ഇന്ത്യയുടെ കാർഷിക വികസനം എങ്ങനെ, പരിസ്ഥിതി സൗഹൃദമായ കാർഷിക വികസനത്തിന് വേണ്ടി കൊടുത്ത വായ്പ, ആ വായ്പയിൽ കേരളത്തിന് കിട്ടേണ്ട ആദ്യ ഗഡു കേന്ദ്രം കൊടുക്കുന്നു. അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ 15 ദിവസത്തിനകം കാർഷിക വകുപ്പിൽ എത്തണമെന്നാണ്. പക്ഷേ അത് വകുപ്പിലെത്തിയില്ല, വകുപ്പ് അറിഞ്ഞതുപോലുമില്ല. അവസാനം മിസ്റ്റർ അശോക് ഇത് അറിഞ്ഞപ്പോഴാണ് ഗവൺമെന്റ് ഇങ്ങനെ ചെയ്തിരിക്കുന്നു, അത് വകമാറ്റിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ്, അത് പുറത്തുവിട്ടതിനാണ് അശോകിനെ സ്ഥാനഭ്രഷ്ടനാക്കി. ഡോക്ടർ മേരി ജോർജ്, ഞാനൊന്ന് ഇടപെടുകയാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. താങ്കളുടെ ആശയം വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, കഴിഞ്ഞ 10 വർഷമായി ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ മോർച്ചറിയിലാണ് എന്നാണ് മേരി ടീച്ചർ അവകാശപ്പെടുന്നത്. LDFന്റെ വിലയിരുത്തൽ എന്താണ്? അല്ല, ടീച്ചർ നീതി ആയോഗിൻ്റെയൊക്കെ എല്ലാ വർഷത്തെ റിപ്പോർട്ടും നോക്കാറില്ലേ? ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിലെയും മനുഷ്യ ഗുണനിലവാര സൂചിക വിവിധ ഏജൻസികളുടെയും സർക്കാർ സംവിധാനങ്ങളുടെയും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ സൂക്ഷ്മതലത്തിൽ സമഗ്രതലത്തിൽ പഠിച്ച് തയ്യാറാക്കുന്ന റിപ്പോർട്ടുകളിൽ ഏത് കാര്യത്തിലാണ് ആരോഗ്യം, വിദ്യാഭ്യാസം, ശുചിത്വം, സുതാര്യത, ഏത് കാര്യത്തിലാണ് കേരളം ഒന്നാമതല്ലാത്തത്? ടീച്ചർ പറ. ടീച്ചറെ സാധാരണ എന്താണ് ഈ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിക്കാർ ഭരണ കക്ഷിയെക്കുറിച്ച് പറയുന്ന രീതിയിൽ ഒരു അക്കാദമിഷ്യൻ എന്ന രീതിയിൽ ടീച്ചർ ആ രീതിയിലേക്ക് താണു പോകരുത്. വളരെ സങ്കടകരമാണ്. കേരളത്തിന്റെ നികുതി വരുമാനം, റവന്യൂ വരുമാനം, ടീച്ചറെ ടീച്ചറെ ഊഴത്തിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. പറഞ്ഞോളൂ ശ്രീ KT. കേരളത്തിന്റെ റവന്യൂ വരുമാനം, നികുതി വരുമാനം 1,00,000 കോടിയിലേക്ക് ഈ ഗവൺമെന്റ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു UDF കാലത്തെ ഇവിടുത്തെ നികുതി വരുമാനത്തിന്റെ അവസ്ഥ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാം എത്രയോ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിൽ നിന്ന് വളരെ സങ്കടകരമായ ദയനീയമായ നികുതി സമാഹരണ പ്രക്രിയ വളരെ സയന്റിഫിക്കാക്കി 1,00,000 കോടിയിലേക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനെ പൂച്ച പെറ്റ് കിടക്കുന്ന കാലിയായ ഖജനാവല്ല 4,000 കോടി. ഇത്രയും കേന്ദ്രത്തിന്റെ നിഷേധാത്മക സമീപനത്തിനിടയിലും 4,000 കോടി ഖജനാവിൽ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ബാലഗോപാൽ എന്ന് പറയുന്ന ധനകാര്യമന്ത്രി അധികാരം വിട്ടൊഴിയുന്നത്. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം മുന്നോട്ട് വെച്ച മനുഷ്യ ജീവിതത്തിന്റെ ഭൗതികമായ ബന്ധങ്ങൾ, ഉത്പാദന ബന്ധങ്ങളില് ജനങ്ങൾക്കെല്ലാം അതിൽ അവകാശവും അധികാരവും കൊടുത്ത ഭൂപരിഷ്കരണം ഉൾപ്പെടെയുള്ള നിരവധി നടപടികളുടെ തുടർച്ചയാണ് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി നടന്ന ഭരണം. ഇന്ത്യക്കാകെ മാതൃകയാകുന്ന ക്ഷേമോന്മുഖവും വികസനോന്മുഖവുമായ ഒരു മാതൃക കേരളം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ടീച്ചർക്ക് അത് മനസ്സിലായിട്ടില്ലെങ്കിലും അമർത്യാസനെ പോലുള്ള ലോകാരാധ്യരായ സാമ്പത്തിക ശാസ്ത്രജ്ഞർക്ക് കേരളത്തെ സംബന്ധിച്ച് ഞങ്ങളാരും കൊടുത്ത പഠന റിപ്പോർട്ടുകളല്ല, നീതി ആയോഗിൽ നിന്ന് അദ്ദേഹം, കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികളിൽ നിന്ന് അദ്ദേഹം ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ തന്നെ ഇത് വളരെ ഗൗരവാവഹമായി കാണുന്നതാണ്. എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാ സേവന പ്രവർത്തനങ്ങളിൽ നിന്നും സ്റ്റേറ്റ് പിന്തിരിയുന്ന ഒരു കാലത്ത് സ്റ്റേറ്റ് മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖല ഇടപെടുകയും അവർക്ക് ആവശ്യമായതെല്ലാം സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് എന്ന രീതിയിൽ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന വളരെ ക്ഷേമോന്മുഖമായ ഒരു കാഴ്ചപ്പാടുകൂടിയാണ് ഈ ഗവൺമെന്റ് പ്രവർത്തിച്ചത്. അതൊക്കെ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാജു പി നായരോട് എനിക്ക് ചർച്ചയിൽ പറയാനുള്ളത്, നമ്മൾ നല്ല പ്രതിപക്ഷം എന്ന നിലക്ക് അതിനുവേണ്ടിയുള്ള പോരാട്ടം, അതിനുവേണ്ടിയുള്ള സമരം കേരളത്തിൽ തുടരും. ശരി, വ്യക്തമാണ്. ഡോക്ടർ മേരി ജോർജ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. രാജു പി ആറിലേക്ക് ഒന്ന് പോവുകയാണ്. തീർച്ചയായും ഞാൻ ശരി വേഗത്തിൽ മറുപടി. അതായത് മിസ്റ്റർ കുഞ്ഞിക്കണ്ണൻ ഇപ്പൊ പറഞ്ഞല്ലോ, അമർത്യാസൻ കേരളത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളെ പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ 100% അംഗീകരിക്കുന്നു. പക്ഷെ ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്.
ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ നേടിയെടുത്ത അതായത് ഈ നേട്ടം എന്തുകൊണ്ട് കാർഷിക വ്യാവസായിക മേഖലകളിൽ നേടാൻ കഴിയുന്നില്ല? ആ ചോദ്യത്തിന് എന്തുത്തരമാണ്? എവിടെ കിടക്കുന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്? നേരത്തെ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞില്ലേ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നീതി ആയോഗ് ഇട്ടിരിക്കുന്ന നീതി ആയോഗ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നേയില്ല വർഷങ്ങളായിട്ട്. അത് വേൾഡ് ബാങ്ക് നിർത്തിക്കളഞ്ഞു. ഇപ്പോ ഈ കഴിഞ്ഞ വർഷമൊക്കെ ചർച്ചയിൽ വന്നതൊക്കെ, അതായത് മധ്യപ്രദേശിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് MBA മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഒരു പഠനം. അവരിവിടെ വന്ന് കുടുംബശ്രീയെ പറ്റി പഠിച്ചപ്പോൾ കുടുംബശ്രീ ഒക്കെ വളരെ നന്നായി പോകുന്നു എന്ന് കണ്ടെത്തി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നല്ലതാണെന്ന് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. അത് പറഞ്ഞിട്ടാണ് അന്ന് ശശി തരൂരൊക്കെ ഈ പറയപ്പെട്ട ഇതൊക്കെ ഇളക്കിയിരുന്നു. അന്ന് തന്നെ ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എന്നെ വിളിച്ച് ചോദിച്ചു, ഞാൻ ഈ കാര്യം പറഞ്ഞു. അവരത് ശ്രദ്ധിച്ച് അത് ശരിയാണെന്ന് അവർ അംഗീകരിക്കുകയും ചെയ്തു. ശശി തരൂർ സ്വയം കറക്റ്റ് ചെയ്യുകയും ചെയ്തു. ശരി ഡോക്ടർ മേരി ജോർജ്, ഇപ്പൊ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നോക്കാറില്ല. അത് നോക്കുന്നത് ഇവിടെ വേറെ പല കണക്കുകളും ഉണ്ട്. ഡോക്ടർ മേരി ജോർജ്, ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സമയപരിമിതി കൊണ്ടാണ് ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ രാജു പി നായർ, ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ വിഭവ സമാഹരണത്തിന് എന്തൊക്കെ പദ്ധതികളാണ് UDF പ്ലാൻ ചെയ്യുന്നത്? ആരോഗ്യം, ആഭ്യന്തരം തുടങ്ങിയ മേഖലകളിലൊക്കെ മാറ്റം വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് UDFന്റെ പ്രയോറിറ്റി? നോക്കൂ, ഞാൻ അതിനു മുമ്പായിട്ട് 1-2 കാര്യങ്ങൾക്ക് മറുപടി പറയാം. ഒന്ന്, ശ്രീ കൃഷ്ണദാസ് ഇവിടെ സൂചിപ്പിച്ച കേന്ദ്ര ധനകാര്യ കമ്മീഷനും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരും കൊടുക്കേണ്ട പണത്തിൽ വീഴ്ച വരുത്തിയിട്ടില്ല, കൊടുത്തു എന്ന് പറയുന്നതിന് ഞാൻ എതിർക്കുന്നില്ല. തീർച്ചയായിട്ടും ആ പണം കൊടുത്തിട്ടുണ്ടാവും. ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് നിങ്ങൾ അനുവദിച്ച പണം കൊടുത്തു തീർക്കുന്നുള്ള കണക്കിൻ്റെ വിഷയമല്ല, മറിച്ച് ഞങ്ങൾ ഉന്നയിക്കുന്നത് പോളിസി പ്രശ്നമാണ്. പോളിസി എന്താ? പോളിസി നമ്മുടെ ഡെവല്യൂഷൻ ഓഫ് ടാക്സ് 41% നിന്ന് 50% ആക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇതുവരെ നടന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഈ ഡെവല്യൂഷൻ ഓഫ് ടാക്സസ് തന്നെ നിർണ്ണയിക്കപ്പെടുന്നത് ഇന്നത്തെ പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടല്ല. 2011 പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഡെവല്യൂഷൻ ഓഫ് ടാക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ സെസ്സും സർചാർജുമായിട്ട് നികുതിക്ക് പുറമെ ഡിവിസിബിൾ പൂളിലേക്ക് വരാത്ത പൈസ പിരിച്ചെടുക്കുന്ന ഒരു രീതി, ഇതെല്ലാം സംസ്ഥാന സർക്കാരുകളുടെ നികുതി വരുമാനത്തെ കവർന്നെടുക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന നയപരമായ പ്രശ്നം. അതുപോലെ തന്നെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് നടപ്പാക്കുന്നതിലുൾപ്പെടെ, കാരണം പോപ്പുലേഷൻ കൺട്രോൾ ഉൾപ്പെടെ നടത്തിയ പഴയ ഗവൺമെന്റ്, നമ്മളിപ്പോൾ ഡീലിമിറ്റേഷനെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന വാദങ്ങൾ അതിനെയാണ്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ കൃത്യമായിട്ട് നടപ്പാക്കിയതിന്റെ പേരിൽ ഈ എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്ന സർക്കാരുകളെ ടാക്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് അതിന്റെ ബർഡൻ കൊണ്ടുവരുന്നു എന്നുള്ളത് ഉന്നയിക്കപ്പെടുന്ന, ഇതിനെല്ലാം ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള മറ്റൊരു ഫോർമുല വർക്കൗട്ട് ചെയ്ത് നയപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അല്ലാണ്ട് നിങ്ങൾ 1000 കോടി രൂപ അനുവദിച്ചു, അതിനകത്ത് 800 കോടിയെ കൊടുത്തിട്ടുള്ളൂ, 200 കോടി കൊടുത്തിട്ടില്ല എന്നുള്ളത്. അത് നിങ്ങൾ കൊടുക്കുമ്പോൾ ചിലപ്പോൾ തീരും, ചില വിഷയങ്ങളെ കൊണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. ആ പണം കൊടുക്കാൻ തീരുമാനിച്ചാൽ തീരുന്ന വിഷയങ്ങളാണ്. മറ്റത് അതല്ല. അതുപോലെ തന്നെ കേന്ദ്ര പദ്ധതികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേന്ദ്ര പദ്ധതികൾ നേരത്തെ പലതിലും 80-20 ഒക്കെ ആയിരുന്നത്, അല്ലെങ്കിൽ 75-25% ഒക്കെ ആയിരുന്നത് 60-40% കുറയ്ക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതൊക്കെയാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന കേന്ദ്രത്തിന്റെ വികലമായ നയത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. പിന്നെ ശ്രീ കുഞ്ഞിക്കണ്ണൻ ഇവിടെ പറയുന്നത് പലതും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനകത്തൊരു സാമ്പത്തിക കാര്യത്തിൽ നടക്കുന്ന ചർച്ചയിൽ കുറെ കൂടി ആധികാരികമായും സത്യസന്ധമായും മറുപടി പറയണം. UDFന്റെ പഴയ കാലത്ത് പണം ടാക്സ് പിരിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നു എന്നൊക്കെ പറയുന്നത്, ഇന്ന് നമ്മുടെ ടാക്സ് റെജീം തന്നെ മാറിയതല്ലേ. നമ്മൾ ഈ പറയുന്ന SGSTയിലും നമ്മുടെ സർവീസ് ടാക്സിലും അതുപോലെ തന്നെ സെയിൽസ് ടാക്സിൽ നിന്ന് മാറി നമ്മളൊരു GST റെജീമിലേക്ക് വന്നു. ആ GST റെജീമിനെ സംബന്ധിച്ച് പല തർക്കങ്ങളുണ്ടായതിനു ശേഷം അന്നത്തെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് പറഞ്ഞത് കേരളത്തിന് ഒരു കൺസ്യൂമർ സ്റ്റേറ്റിന് ഏറ്റവും അധികം ഗുണപരമായിട്ടുള്ള ഒന്നാണ് GST എന്നുള്ളതാണ് പറഞ്ഞത്. ആ GST റെജീമിന്റെ സമയത്ത് നിങ്ങൾ GST വകുപ്പിനകത്ത് പുനർവിന്യാസം പോലും നടത്താതെ, അവിടെ എഫിഷ്യന്റ് അഡ്മിനിസ്ട്രേഷൻ ഇല്ലാതെ നിങ്ങൾ വരുത്തിവെച്ച കെടുകാര്യസ്ഥത കൊണ്ട് നമുക്കുണ്ടായിട്ടുള്ള റവന്യൂ ലോസിനെ സംബന്ധിച്ച എമൗണ്ട് കൂടും. നോക്കൂ, നിങ്ങൾ പെട്രോളിന് കൊടുത്തിരുന്നത്
14 40 രൂപയോ അല്ലെങ്കിൽ 50 രൂപയോ അല്ലെങ്കിൽ 70 രൂപയാണെങ്കിൽ ഇന്ന് 125 കൊടുക്കുമ്പോൾ ടാക്സ് ഈക്വൽ വരും. കേന്ദ്ര സർക്കാർ തന്നെ കൂട്ടി. അതുപോലെ തന്നെ നമ്മുടെ വിലക്കയറ്റം ഉണ്ടായിട്ടുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ഏതാണ്ട് GDP-യുടെ അല്ലെങ്കിൽ സൈസ് ഓഫ് എക്കണോമിയുടെ കാര്യം വെച്ചുകൊണ്ട് നമ്മൾ രാജ്യം ഏറ്റവും മികച്ചതാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഹോളോയാണ് ആ ആർഗ്യുമെന്റ്. നമ്മുടെ ടാക്സ് റെജീം മാറിയിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് അതിനോട് കോപ്പപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഗവൺമെന്റിന്റെ എന്ന് വെച്ചാൽ കഴിഞ്ഞ പരാജയപ്പെട്ടു പോയ പിണറായി വിജയന്റെ ഗവൺമെന്റിന് തന്നെ സ്റ്റേറ്റ് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. അവർ പറഞ്ഞത് 25,000 കോടി IGSTയുടെ ഫോം പരിഷ്കരിക്കാൻ കഴിയാത്തത് കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം അത്തരത്തിലുള്ള ഭരണപരമായ വീഴ്ചകൾ നിങ്ങൾക്കുണ്ടായിരുന്നു, നിങ്ങളുടെ വികലമായ നയങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ കിഫ്ബി ആരംഭിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഇത് അപകടത്തിലേക്കാണ് പോകുന്നത്, ഈ പ്രശ്നം ഉണ്ടാകും എന്ന് പറഞ്ഞല്ലോ. നമ്മളുടെ റവന്യൂ വരുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് മോട്ടോർ ടാക്സിൽ നിന്ന് പണമെടുത്തുകൊണ്ട് ആ കിഫ്ബിയുടെ തിരിച്ചടവടയ്ക്കുകയും എന്നാൽ ഈ പണം നമ്മുടെ മൊത്തമായിട്ടുള്ള നമ്മുടെ കണക്കിൽപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്നത് ഒരു മണ്ടത്തരമല്ലേ സത്യത്തിൽ? അത് ഞങ്ങളത് പറയുമ്പോൾ ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ മറ്റെന്തെങ്കിലും ആരോപിച്ചിട്ട് കാര്യമില്ല. ഇത്തരത്തിൽ ഒരു കാഴ്ചപ്പാടുമില്ലാതെ ഇനി കിഫ്ബി തന്നെ എന്താ ചെയ്തത്? എന്ത് ചെയ്തു? കിഫ്ബി ആരംഭിച്ച എന്തിന്റെ പേരില? കിഫ്ബി ആരംഭിച്ച തോമസ് ഐസക് പറഞ്ഞത് ചിട്ടി പിരിച്ച് പണം ഉണ്ടാക്കാം. ചോദിച്ചല്ലോ എവിടെ നിന്നാണ് ഇതിന്റെ റവന്യൂ ഉണ്ടാക്കാൻ പോകുന്നത്? അപ്പൊ പറഞ്ഞ് ചിട്ടി പിരിച്ച് പണം ഉണ്ടാക്കും. ചിട്ടി പിരിച്ച് പണം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് തോമസ് ഐസക് ഗൾഫ് മേഖലകളിൽ മുഴുവൻ പര്യടനം നടത്തി. ഒരൊറ്റ രൂപ ചിട്ടി പിരിച്ചുണ്ടാക്കാൻ സാധിച്ചോ? ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതിനുശേഷം സർക്കാരിന്റെ തന്നെ പണം എടുത്തുകൊണ്ട് ചെയ്തു. എന്നിട്ട് എന്താ 90,000 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തി എന്നാ പറഞ്ഞത്. എന്താ 90,000 കോടി രൂപയുടെ പ്രപ്പോസൽസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ അതിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുത്തത് പോലും ഏതാണ്ട് 40,000 കോടിക്ക് അടുത്തതാണ്. ഇനിയിപ്പോ ഫിഗർ മാറിയിട്ടുള്ളതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇനി അതിൽ നിന്ന് എക്സ്പെൻഡിച്ചർ ആയത് അതിന്റെ 50%. 20,000 22,000 കോടി രൂപയ്ക്കടുത്ത് മാത്രമാണ് എക്സ്പെൻഡിച്ചർ ആയത്. എന്ന് വെച്ചാൽ 10 വർഷത്തെ സമയം കൊണ്ട് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ എന്ന് വെച്ചാൽ കക്കൂസ് മുതൽ കിണർ വരെ കാന വരെ നിർമ്മിക്കാൻ കിഫ്ബി കൂടി റീറൂട്ട് ചെയ്തിട്ട് അവിടെ നിങ്ങൾ എന്ത് സംഭവിച്ചു? ഒരു വർഷം 2,000 കോടി രൂപയുടെ പോലും വികസനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നല്ലേ അർത്ഥം. 22,000 കോടി രൂപയാണ് 10 വർഷം കൊണ്ട് ചിലവാക്കാൻ സാധിച്ചെങ്കിൽ 2,200 കോടി രൂപയുടെ 1,87,000 സൈസുള്ള ഒരു ബജറ്റിനകത്ത് 2,200 കോടി രൂപ നിങ്ങളുടെ ഏറ്റവും ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിലൂടെ ചെലവാക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം വലിയ പരാജയമുണ്ടോ? വ്യക്തമാണ്. ശ്രീ രാജു പി നായർ, ഞാനൊന്ന് ഇടപെടുകയാണ്. വ്യക്തമാണ്. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, NDAയുടെ കാഴ്ചപ്പാടിൽ കേരളത്തിൻ്റെ വ്യവസായം, ടൂറിസം, IT, തൊഴിൽ എന്നീ മേഖലകളിൽ പുതിയ സർക്കാർ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നാണ് താങ്കൾ കരുതുന്നത്? സാധ്യതകളുള്ള ഒരു സംസ്ഥാനമാണ് ഈ ജെയിംസ് പറഞ്ഞ മേഖലകളിലെല്ലാം. പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ നമ്മുടെ ടൂറിസം മേഖലയെ കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ ടൂറിസം എന്ന് പറയുന്നത് പിൽഗ്രിമേജ് ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രധാനമായിട്ടും വരുന്നത്. നമ്മുടെ പിൽഗ്രിമേജ് ടൂറിസത്തിന്റെ സ്റ്റേജ് എന്താ? ഇന്ന് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ നമ്മുടെ പിൽഗ്രിമേജ് ടൂറിസത്തിന്റെ ഭാഗമായി കേരളത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന ആളുകളെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു ശബരിമല തകർത്ത് കളഞ്ഞു. ആ ഇനത്തിൽ വരുന്ന വരുമാനത്തിന്റെ ഏതാണ്ട് 38,000-40,000 കോടി രൂപയുടെ ബിസിനസ്സാണ് 3 മാസക്കാലത്തിന്റെ കേരളത്തിൽ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെല്ലാം തകർത്ത് കളഞ്ഞു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലേക്ക് പണം കിട്ടുന്ന അല്ലെങ്കിൽ പണം കിട്ടേണ്ട മേഖലകളിലുള്ള പദ്ധതികൾ, ആ പദ്ധതികൾ പൂർണ്ണമായും 40% താഴെയാണ് കേരളത്തിന്റെ യൂട്ടിലൈസേഷൻ ഒരു പ്രോജക്റ്റിന്റെ. 2, കേരളത്തിന് പ്രധാനമായും പണം കിട്ടുന്ന ജൽ ജീവൻ മിഷൻ പോലെയുള്ള 32 ലക്ഷം വരുന്ന കുടുംബാംഗങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന 6,000 കോടിയുടെ ഒരു പ്രോജക്റ്റ്, ആ പ്രോജക്റ്റ് നമ്മൾ മുടക്കിയിട്ടിരിക്കുകയാണ്, നടപ്പാക്കാൻ വേണ്ടി കഴിയുന്നില്ല. കേന്ദ്ര പദ്ധതികളുടെ 40% മാത്രമേ നടപ്പാക്കാൻ കഴിയുന്നുള്ളൂ ഒരു പ്രധാനപ്പെട്ട ഭാഗം. മറ്റൊന്ന് PM ശ്രീ പദ്ധതി എത്ര വിവാദത്തിന് ശേഷമാണ് നമ്മൾ ഒപ്പുവെക്കാൻ തയ്യാറായത്. അതുപോലെ തന്നെ ഫണ്ട് യൂട്ടിലൈസേഷൻ, നമ്മുടെ ഫണ്ട് യൂട്ടിലൈസേഷനെ സംബന്ധിച്ച് 16,000 കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് അണ്ടർ യൂട്ടിലൈസേഷനിൽ കിടക്കുന്ന ഫണ്ടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പം നമ്മുടെ തനത് വ്യവസായ മേഖല എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് വൻകിട വ്യവസായങ്ങളല്ല. നമുക്ക് വൻകിട വ്യവസായങ്ങളായിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ വ്യവസായ സ്ഥാപനങ്ങളാണ്. ഷിപ്പ്യാർഡ് പോലെ, ഫെസിലിറ്റി പോലെയുള്ള കമ്പനികളടക്കമുള്ള വലിയ സ്ഥാപനങ്ങളാണ്. അതിനപ്പുറത്തേക്ക് നമ്മുടെ
ചെറുകിട മേഖലയുണ്ട്. ആലപ്പുഴ ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട്, മറ്റ് ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഞാനൊരു ജില്ല ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമ്മുടെ MSME മേഖലകൾ, നമ്മുടെ ചെറുകിട മേഖലകൾ, നമ്മുടെ കൈത്തറി മേഖലകൾ, ഇത് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിലെ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആയുർവേദ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മേഖലയിൽ വളർന്നു വരേണ്ട, പ്രത്യേകിച്ച് നമ്മുടെ കരയും കടലും എല്ലാം ഒരുമിച്ച് ചേർന്ന് കിടക്കുന്ന എത്രയോ ടൂറിസം മേഖലകൾ നമ്മൾ കേരളത്തിലുണ്ട്. അതിനെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പദ്ധതി അത് കൃത്യമായി നടപ്പാക്കാൻ കഴിയാതെ പോകുന്നതാണ് നമ്മുടെ വരുമാനം നഷ്ടപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഞാനൊന്ന് ഇടപെടുകയാണ്, സമയപരിമിതി കൊണ്ടാണ്. ശ്രീമതി കാർത്തിക മരിയ, കേരള മോഡൽ വികസനത്തെക്കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ തുടരണമോ, അതോ ഇതിനകത്ത് എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് വരുത്തേണ്ടത്? അതായത് നമ്മളുടെ ഇപ്പോഴും നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥിതിയിൽ നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഫസ്റ്റ് എന്നുള്ളൊരു പോളിസിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഫസ്റ്റ് എന്നുള്ളൊരു മോഡൽ അത് നല്ലതാണ്. നമ്മൾ പക്ഷേ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കഴിയുമ്പം നമ്മൾ ഇപ്പോഴും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു പോളിസി മേക്കിംഗ് ആണ് നമ്മളുടെ ഉദ്ദേശമെങ്കിൽ നമുക്ക് അതിൻ്റെ ആ മോഡലിന് കുറേ പരിമിതികളുണ്ട്. അപ്പം നമ്മൾ ആ പരിമിതികളെ ഓവർകം ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഇൻഡസ്ട്രീസ് വളർത്തുക. ഞാൻ ആദ്യം റിപ്പീറ്റ് ചെയ്തതുപോലെ തന്നെ വികസനമാണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് വയ്ക്കുമ്പം നമുക്ക് ആരോഗ്യം, വിദ്യാഭ്യാസം ഇതെല്ലാം നമുക്ക് മുന്നോട്ട് വെക്കാം. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വികസിത രാജ്യമായിട്ട് മാറിയില്ലെങ്കിൽ, വികസിത സംസ്ഥാനമായിട്ട് മാറിയില്ലെങ്കിൽ പിന്നെയും നമ്മൾ ഇനി 5 കൊല്ലം കഴിയുമ്പോഴും ഇത് തന്നെയായിരിക്കും നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പം ഇപ്പം എനർജി സെഗ്മെൻറ്റിൽ നമ്മൾ PM സൂര്യഘർ പ്രോജക്റ്റ് പോലെയുള്ള പല പ്രോജക്റ്റും സെൻട്രൽ ഗവൺമെൻറ് എൻവിഷൻ ചെയ്തതും മുന്നോട്ട് വെക്കുന്നതും ഒരു ഗ്രീൻ എനർജിയിലേക്ക് നമ്മൾ മുന്നോട്ട് വരണം എന്നുള്ളതാണ്. ഇപ്പോഴും നമ്മൾ ഹൈഡ്രോ പ്രോജക്റ്റിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കേരളം ഹൈഡ്രോ പ്രോജക്റ്റിൽ ഫോക്കസ് ചെയ്യുമ്പം നമ്മുടെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓവർ ഡിപ്പെൻഡൻസ് ആ ഹൈഡ്രോ പ്രോജക്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അത് സ്റ്റോർ ചെയ്യാൻ പറ്റാതെ വരിക, അതിന് മുന്നോട്ട് വെക്കാനായിട്ടുള്ള ഓപ്ഷൻസ് കുറഞ്ഞു വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വരുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പോഴും നമ്മളുടെ ഇൻഡസ്ട്രീസിനെ ഫോക്കസ് ചെയ്ത് അതിൽ വളർത്തിക്കൊണ്ട് വന്ന് അങ്ങനത്തെ രീതിയിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് വേണ്ടാന്നല്ല, പക്ഷേ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഫസ്റ്റ് എന്നുള്ളത് മാറ്റി വെച്ച് നമ്മൾ ഇൻഡസ്ട്രീസ് ഫസ്റ്റ് എന്ന് വെക്കുക. ശരി, വ്യക്തമാണ്. ഞാൻ ഇടപെടുകയാണ്. കേരളം ഒരു മാറ്റത്തിൻ്റെ പാതയിൽ തന്നെയാണ്. പ്രഖ്യാപനങ്ങൾക്കും വാഗ്ദാനങ്ങൾക്കും അപ്പുറം സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം ഉയർത്തുന്ന ഒരു ഭരണകൂടത്തെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. പുതിയ സർക്കാരിൽ ജനത്തിന് വലിയ പ്രതീക്ഷകളാണ് ഉള്ളത്. സാമ്പത്തിക സ്ഥിരത, തൊഴിൽ, നല്ല ഭരണം, ക്ഷേമം എല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് വലിയ വെല്ലുവിളിയാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിൻ്റെ പൊതുവായ വികസനത്തിന് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട്. നമ്മുടെ ചർച്ച ഇവിടെ പൂർണ്ണമാകുകയാണ്. കോൺഗ്രസിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ രാജു പി നായർ, ഡോക്ടർ മേരി ജോർജ്, KT കുഞ്ഞിക്കണ്ണൻ, കാർത്തിക മരിയ, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.